ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തുന്നു. ISLൽ വീണ്ടും തോൽവിയിലേക്ക് കാലെടുത്തു വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ്. കഴിഞ്ഞ മത്സരത്തിലാണ് ചെന്നൈയിൻ FCയെ കേരള ബ്ലാസ്റ്റേഴ്സ് മറുപടിയില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ച് വിജയം തിരിച്ചുപിടിച്ചത്. അതുവരെ സീസണിലെ മോശം പ്രകടനമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റേത്. എന്നാൽ വിജയം തിരിച്ചുപിടിച്ച ബ്ലാസ്റ്റേഴ്സിന് ആത്മവിശ്വാസം കൂടുകയായിരുന്നു. പക്ഷേ വീണ്ടും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെത്തുമ്പോൾ എതിരാളി FC ഗോവയായിരുന്നു. ഗോവയോട് കളിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. ശക്തമായ ടീമാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാനാവുമെന്ന ഏക പ്രതീക്ഷ. പക്ഷേ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു. മത്സരത്തിൻ്റെ 40-ാം മിനിറ്റിലായിരുന്നു ഗോൾ. അതായിരുന്നു അവരുടെ വിജയ ഗോളും. ബോറസിംഗ് ആയിരുന്നു ഗോവക്കായി വിജയ ഗോൾ നേടിയത്. മത്സരത്തിൽ നിരവധി അവസരങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്. 96-ാം മിനിറ്റിൽ സമനിലക്കായി കിട്ടിയ മികച്ചൊരവസരം സന്ദീപ് സിംഗ് പായാക്കിയതോടെ ബ്ലാസ്റ്റേഴ്സ് തോൽവി ഉറപ്പിക്കുകയായിരുന്നു. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ വെച്ച് നൽകിയ ഒരു ഹെഡർ പാസിലൂടെയായിരുന്നു ആ മികച്ച അവസരം വന്നത്. പക്ഷേ പുറത്തേക്കടിച്ച് സന്ദീപ് സിംഗ് നിരാശയോടെ കളം വിട്ടു. ഈ തോൽവിയും കൂട്ടി ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിലെ 5ാം തോൽവിയാണിത്. 3 വിജയമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്, 2 സമനിലയും. 11 പോയിന്റുമായി നിലവിൽ ബ്ലാസ്റ്റേഴ്സ് 9ാം സ്ഥാനത്താണ്. FC ഗോവക്കാവട്ടെ 9 മത്സരങ്ങളിൽ നിന്ന് 15 പോയിന്റുണ്ട്. നിലവിൽ 5ാം സ്ഥാനത്താണ് ഗോവ. അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCയെ നേരിടും. ഡിസംബർ 7-ന് രാത്രി 7:30 മത്സരം. കാത്തിരിക്കാം വിജയപ്രതീക്ഷയിൽ. ഫുട്ബോൾ അപ്ഡേറ്റ്സുകൾ അറിയാൻ സോക്കർ ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.